കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റിന്റെ 38ാം വാർഷികം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിക്കും. കാറൽമണ്ണയുടെ സാംസ്കാരിക ഉത്സവം എന്ന നിലയിലാണ് വാർഷികാഘോഷം ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് സംഘാടകർ ചെർപ്പളശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഥകളി ആചാര്യൻ പത്മശ്രീ വാഴയങ്കട കുഞ്ചുനായരുടെ സ്മരണാർത്ഥം രൂപം കൊണ്ടതാണ് കാറൽമണ്ണ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാഴയങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ്. കഥകളി മേഖലയിൽ കുഞ്ചുനായർ തുടങ്ങിവെച്ച പരിശ്രമങ്ങളുടെ തുടർച്ചയും വളർച്ചയും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഥകളി ശില്പശാലകളും ചൊല്ലിയാട്ട കളരികളും കഥകളി ഉത്സവങ്ങളും പ്രതിമാസ കഥകളി അവതരണവും കലാസംബന്ധിയായ കൃതികളുടെ പ്രസിദ്ധീകരണവും ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. കഥകളിയോടൊപ്പം തന്നെ കൂടിയാട്ടം ഉൾപ്പെടെയുള്ള ക്ലാസിക്കൽ കലകളുടെ അവതരണവും സംവാദവും സംഘടിപ്പിക്കാനും കുഞ്ചുനായർ ട്രസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഒട്ടനവധി നൃത്ത പരിപാടികളും ക്ലാസിക്കൽ കലകളെ മുൻനിർത്തിയുള്ള സെമിനാറുകളും കുഞ്ചുനായർ ട്രസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ട്രസ്റ്റിന്റെ 38ാം വാർഷികാഘോഷം കാറൽമണ്ണയുടെ സാംസ്കാരിക ഉത്സവം എന്ന നിലയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കാറൽമണ്ണയിലെ നാടോടി കലാരൂപങ്ങളുടെയും ശാസ്ത്രീയ കലകളുടെയും പ്രയോക്താക്കളായ എല്ലാ കലാകാരന്മാരുടെയും ഒരു സമ്മേളന വേദിയായാണ് ട്രസ്റ്റിന്റെ 38ാം വാർഷികാഘോഷത്തെ സംഘാടകർ നോക്കിക്കാണുന്നത്. മെയ് 24 രാവിലെ 9 മണി മുതൽ ആരംഭിക്കുന്ന വാർഷികാഘോഷ പരിപാടികളിൽ പഞ്ചാരിമേളം, ഒപ്പന, തിരുവാതിരക്കളി, നാടൻപാട്ട്, കവിതാവതരണം, മിമിക്രി, നാടകം തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറും. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന പൊതുയോഗത്തിൽ ട്രസ്റ്റിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും വരും വർഷത്തെ കർമ്മപദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ കൗൺസിലർമാരും മറ്റ് സാമൂഹിക, രാഷ്ട്രീയ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 38 വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ കഥകളി സംഘാടനമായാലും കഥകളി ആസ്വാദനമായാലും അതിനൊക്കെ ഒരു വേറിട്ട മുഖം കേരളത്തിനാകെ നൽകുന്നതിന് ഈ കൊച്ചു ഗ്രാമത്തിലുള്ളൊരു സ്ഥാപനത്തിന് സാധിച്ചു എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനമൊക്കെ ഉണ്ട്. ചിട്ടപ്പെട്ട പല കഥകളും ഇങ്ങനെ മറന്നു കിടക്കുന്ന ഘട്ടത്തിൽ അത്തരം കഥകളുടെ അകത്തുള്ള സൂക്ഷ്മ ലാവണ്യങ്ങൾ ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത്തരം കഥകളുടെ അവതരണം നടത്തുക, കഥകളിയിൽ ശ്രദ്ധിക്കേണ്ട മേഖല ഏത് എന്നതിനെ പറ്റി പുതിയ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുക, അതിനെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ചകൾ നടത്തുന്ന ശില്പശാലകൾ സംഘടിപ്പിക്കുക, പ്രസിദ്ധീകരണങ്ങൾ നടത്തുക, മാസ്റ്റർ പീസസ് പ്രസിദ്ധീകരിക്കുക, ഒരു സൈറ്റ് ആരംഭിക്കുക, മുദ്രാപീഠിക എന്ന രീതിയിൽ മുദ്രകളുടെ ശേഖരണം കേരളത്തിലും അല്ലെങ്കിൽ കഥകളി ലോകത്തിന് തുറന്നു കൊടുക്കുക തുടങ്ങി ട്രസ്റ്റ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എണ്ണമറ്റത് തന്നെയാണ്. അതിൽ അഭിമാനമുണ്ട് താനും. പക്ഷേ കഥകളിയേതരമായ ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ വാസ്തവത്തിൽ കഥകളി ഒരു കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് എന്ന സംഘടനയെ സംബന്ധിച്ചുള്ള വേവലാതി, ഇതിനകത്ത് അംഗങ്ങളായവരും ഇതിന് സാമ്പത്തികമായി സഹായം നൽകുന്നവരൊക്കെ ശാഠ്യപൂർവ്വം പറയുകയാണ്, നിങ്ങൾ കഥകളിയിൽ നിന്ന് വ്യതിചലിക്കുന്നു. സംഘാടക സമിതി ചെയർപേഴ്സൺ രജിത നരിപ്പറ്റ, കൺവീനർ വിനോദ് കൃഷ്ണൻ, കെ ബി രാജാനന്ദ്, എൻ പീതാംബരൻ, ടി കെ അച്യുതൻ, സി മോഹൻദാസ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിവ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം, ചെർപ്പളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.